नमस्ते बच्चों, सभी का स्वागत है हिंदी ई गुरु में. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ +1 ഹിന്ദി എക്സാം ഇങ്ങടുത്തെത്തിയല്ലേ. ഒക്ടോബർ 13 ബുധനാഴ്ചയാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫോക്കസ് ഏരിയയും അതേപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയും എല്ലാ കാര്യങ്ങളും എല്ലാ ചാപ്റ്റേഴ്സും ക്ലിയറായി തന്നെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിനെക്കുറിച്ചിട്ടും ഓരോ ചാപ്റ്റേഴ്സും ആ ചാപ്റ്റേഴ്സിൽ തന്നെ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ എന്നുള്ളതുമൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തായാലും എക്സാം അടുത്തെത്തി, ഒരു ഫൈനൽ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി പോകേണ്ടത്, മെയിനായിട്ടുള്ള മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പോയിൻറ്റ്സ് എന്തൊക്കെയെന്നൊക്കെയെന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ മോഡൽ എക്സാം. നമ്മുടെ +1 ഹിന്ദിയുടെ മോഡൽ എക്സാം കഴിഞ്ഞുല്ലോ. അപ്പോൾ ആ എക്സാമിൻ്റെ മോഡൽ ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഇനി മെയിൻ എക്സാമും വരിക. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ഇന്നത്തെ ക്ലാസ് ഒന്ന് തുടങ്ങാം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിനെ കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം എന്താ, നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ മോഡൽ എക്സാമിലൂടെ അല്ലേ. മോഡൽ എക്സാമിന് എങ്ങനെയൊക്കെയായിരുന്നു നമുക്കറിയാം. 80 മാർക്കിനാണ് അല്ലേ. 80 മാർക്കിന് തന്നെയാണ് നമ്മുടെ മെയിൻ എക്സാമിനും വരിക. അതേപോലെ തന്നെയോ 160 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ 120 മാർക്കിൻ്റെ ഫോക്കസ് ഏരിയ എന്നുണ്ടായിരിക്കും. കൂൾ ഓഫ് ടൈം എത്ര മിനിറ്റാണ്? 20 മിനിറ്റാണ്. അതേപോലെ തന്നെ എഴുതാൻ 2.5 മണിക്കൂറാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന്, നമ്മുടെ മോഡൽ എക്സാമിന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് 32 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയുന്നുണ്ടായിരിക്കും. 32 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ, നമ്മുടെ ഫോക്കസ് ഏരിയ മാത്രം 6 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്കറിയാലോ. 6 ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിച്ച് പോയ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 32 മാർക്കിന് നമ്മുടെ ഫോക്കസ് ഏരിയ, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഒന്നും കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം, അതിൽ നമുക്കറിയാം അല്ലേ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ടല്ലേ. എത്ര മാർക്കിനാണ്? 4 മാർക്കേ ഉള്ളൂ. ഓക്കെ, 4 മാർക്കിൻ്റെയാണ്. അതിൽ 8 ക്വസ്റ്റ്യൻസാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് 4 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 8 മാർക്കിന്, 1 മാർക്കിനല്ലേ, ആ ഒരു വേർഡ് മാത്രം എന്താണോ ആൻസർ അത് മാത്രം എഴുതി വെച്ചാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഈ 8 എണ്ണം എഴുതി വയ്ക്കുക. എന്തെങ്കിലും ഒരു 4 മാർക്കിന് എന്തെങ്കിലും സാഹചര്യം നിങ്ങൾക്ക് അറിയാതെ വന്നാൽ അല്ലെങ്കിൽ തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾക്ക് മറ്റേന് സ്കോർ ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര ഉത്തരങ്ങൾ ഇപ്പോൾ നിങ്ങൾ എഴുതിയാലും ഈ 8 മാർക്കും കിട്ടും എന്നുള്ളതല്ല. എത്രയാണോ അവർ പറഞ്ഞ് 4 മാർക്കെങ്കിൽ 4 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 4 മാർക്ക് 4 എണ്ണം മാത്രം നിങ്ങൾ എഴുതിയെങ്കിൽ എന്തെങ്കിലും ആ 4 എണ്ണത്തിൽ എന്തെങ്കിലും തെറ്റ് വരില്ലേ. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് പോയില്ലേ. അപ്പോൾ അതാ പറഞ്ഞാൽ 8 എണ്ണം എഴുതി വെച്ചാൽ അതിൽ ബെറ്റർ ആൻസർ, ആ 4 എണ്ണത്തിൽ ഏതാണോ ബെറ്റർ ആൻസർ അത് നിങ്ങൾക്ക് ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 4 എണ്ണം എഴുതി വയ്ക്കുക. 4 എണ്ണമല്ല, ഈ 8 എണ്ണം എഴുതി വയ്ക്കുക 4 മാർക്കിന്. ഓക്കെ, വേണമെങ്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ, നിർബന്ധമില്ല. 4 മാർക്കിന് എന്തായാലും എഴുതി വെക്കണം. 4 ക്വസ്റ്റ്യന് എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഈ 1 മാർക്കിന് ചോദിക്കുക നിങ്ങൾ കണ്ടു അല്ലേ. ഇപ്പോൾ ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹേമ കിസ് കഹാനി കാ പാത്ര, അത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയാണ്. നമ്മൾ ദുഃഖ് കഹാനി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഫോക്കസ് ഏരിയ അല്ലാത്തതുകൊണ്ട് ചിലരൊന്നും നോക്കിയിട്ട് കാണില്ല അല്ലേ. അപ്പോൾ ഹേമ എന്നുള്ള പറയും നമുക്കറിയാം ദുഃഖ് എന്ന് പറഞ്ഞിട്ടുള്ള കഹാനിയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെയൊക്കെയാണ് ഈ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. കിസ് വിദാ കി രചന ഹെ, മദ്രദു കിസ് വിദാ കി രചന ഹെ. ഏത് വിദ്യയാണ് നമ്മുടെ മദ്രദു എന്നുള്ളത്? കവിത അല്ലേ. അതേപോലെ തന്നെ മദ്രദു തന്നെ ആരാണ് അതിൻ്റെ കവി കോനെ, അത് നമുക്ക് എഴുതി വെച്ചിട്ട് ജയശങ്കർ പ്രസാദ് ജിയുടെ അല്ലേ മദ്രദു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 1 മാർക്കിന് ചോദിക്കാറ്. നിങ്ങൾ ഇതേപോലെ തന്നെ 6ാമത്തെ നോക്കിക്കേ. സംഭ്രാന്ത് മഹിള കിസ് ഗാഡി സെ യാത്ര കർ രഹി थी, ഏത് റെയിൽ ഗാഡി സെ. നിങ്ങൾക്ക് എത്ര ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്. അതിനനുസരിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് മക്കളെ ഞാനൊരു ഫൈനൽ ടച്ചപ്പ് നടത്തുകയാണേ, അല്ലാതെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ പറഞ്ഞു തരുമല്ല. കാരണം ഇതിൻ്റെ ആൻസറൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത ഓരോ വീഡിയോയിലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ എന്തൊക്കെയാണ് ആ ചാപ്റ്റർ വന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഇനി ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും, ടീച്ചർ ഞങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടല്ല മിസ്സേ കാണുന്നത് ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് എനിക്ക് വരും. അപ്പോൾ നിങ്ങളോട് പറയാണ്, ഇത് ഞാൻ ആൻസർ പറഞ്ഞു തരില്ല, നിങ്ങളുടെ എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഫൈനൽ ടച്ചപ്പ് എന്തൊക്കെയാണ് നോക്കി പോകേണ്ടത്, അതിന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 14ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഉള്ളതൊന്ന് നോക്കിക്കേ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ ഓരോന്നും. അത് എത്ര എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ വെറും 3 എണ്ണം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. 3 × 2 കണ്ടിൽ 6 മാർക്കിനായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റാണ് ഞാൻ എഴുതിയത് ബെറ്റർ ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ആണോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം മാത്രം അറ്റൻഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം അനുസരിച്ച് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാതും അറ്റൻഡ് ചെയ്തോളൂ. അപ്പോൾ വാല്യൂ ചെയ്തിന് ആൾക്കാർ എന്ത് ചെയ്യും? അതിന് ബെറ്റർ ആയിട്ടുള്ള ആൻസർ ഏതാണോ അതിന് നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ടൈം ഉണ്ടെങ്കിൽ എല്ലാം എഴുതി വെച്ചോളൂ, എല്ലാതും എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് അതിൽ ബെറ്റർ ആൻസർ അവർ നോക്കും, എന്നിട്ട് അത് മാത്രം വാല്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 ആൻസർ എഴുതിയാൽ മതി കേട്ടോ 2 മാർക്കിൻ്റെ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാലേ, പത്രക്ക് ബെഞ്ച് പെർ ബൈറ്റ് കർ ബച്ച ക്യാ കർ രഹാ ഹേ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കി പോകേണ്ടത് എല്ലാ ചാപ്റ്റേഴ്സും നോക്കി പോകണം. പത്രക്ക് ബെഞ്ചിന് ക്വസ്റ്റ്യൻ വന്നു, അതേപോലെ തന്നെ റിക്ഷേസ് ഉദർക്ക് യാത്ര നമ്മുടെ ഫസ്റ്റത്തിൽ അനുതാപ് ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വന്നു, അതേപോലെ തന്നെ 11ാമത്തെ നമ്മുടെ ദോഹയിൽ ക്വസ്റ്റ്യൻ വന്നു അല്ലേ. 12ാമത്തേതാ ഭാഗോ സൂക്കേ തിൻകോ മദ്രദു എന്ന് ക്വസ്റ്റ്യൻ വന്നു. 13ാമത്തെ എന്താണ് വൃദ്ധസംഭ്രാന്ത് മഹിള, നമ്മൾ ആനന്ദിക്ക് ഫുൾച്ചെറിയാം അതിന്ന് ക്വസ്റ്റ്യൻ വന്നു. 14ാമത്തത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്, അപരാധ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അതൊന്നും ക്വസ്റ്റ്യൻ വന്നു. അപ്പം എന്താണതെന്നും എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ചാപ്റ്ററും അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എല്ലാ ചാപ്റ്റേഴ്സും, അതായത് ഫോക്കസ് ഏരിയയുടെ 6 ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 വേർഡും അതേപോലെ തന്നെ നമ്മുടെ ഫോക്കസ് ഏരിയ ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് മെയിൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിൽ ഞാൻ കറക്റ്റായിട്ട് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറ് അല്ലെങ്കിൽ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ കറക്റ്റായിട്ട് ആ വീഡിയോകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട്. അതൊന്ന് ഫൈനൽ ടച്ചപ്പ് നടത്തുക. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്തായാലും എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, ആ എഴുതി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക, ഇന്നൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഒന്ന് മറച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 24ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഉള്ളതിൽ, അതായത് 10 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ വെറും നിങ്ങൾ 5 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 എണ്ണം. ഓക്കെ, എത്ര മാർക്കിനാണ്? 6 മാർക്കിനാണ് ഓരോന്നും. അപ്പം മക്കളെ ഒന്നും കൂടി പറയാണ്, കറക്റ്റായിട്ടുള്ള ബെറ്റർ ആൻസർ ആയിരിക്കണം നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇതിപ്പോൾ 10 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. മറ്റേ ക്വസ്റ്റ്യൻ പോലെയല്ലല്ലോ, 2 മാർക്കിനും 1 മാർക്കിനും പോലെയല്ല. അപ്പോൾ 6 മാർക്കിന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബെറ്റർ ആയിട്ടുള്ള ആൻസർ എന്താണ്, കറക്റ്റ് ആൻസർ എല്ലാ പോയിൻറ്റ്സും. നമ്മളിപ്പോൾ ഫസ്റ്റത്തെ നോക്കിക്കേ, കവിതാച്ചിക്ക് ആസ്വാദൻ ടിപ്പണി ഏത് കവിതയാണ്? നമ്മുടെ മദർദുവാണ് അല്ലേ, ജയശങ്കർ പ്രസാദ്ജിയുടെ. എത്രയോ തവണ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അത് കറക്റ്റ് പഠിച്ചു പോവുക. അത് മൊത്തമായിട്ട് എഴുതി വെക്കേണ്ട കവിത എന്താണോ കവിതയുടെ അംശമാണ് അല്ലേ, ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ എഴുതി വെക്കുക. അതിൻ്റെ ഒരു ആസ്വാദന ടിപ്പണി എഴുതി വെക്കുക. ആസ്വാദന ടിപ്പണി എങ്ങനെ തയ്യാറാക്കണം, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് ആസ്വാദന ടിപ്പണി എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മദ്രദു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് അതും പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലുണ്ടല്ലേ, ഹിന്ദി ഗുരു എന്നുള്ള ചാനൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ടായിരിക്കും, നിങ്ങളത് പോയി കാണുക. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എന്താണ്, ചരിത്ര പ്രതിപ്പണി. അതിനായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇബ്രാഹിം അലിജിയുടെയാണ് അല്ലേ. അത് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. പിന്നെയോ നമ്മുടെ ദോഹയാണ്, ആരുടെയാണ്? കബീർ ദാസ്ജിയുടെ ദോഹ കാ ഭാവാർത്ത്.
അതും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ലാസ്റ്റ് നമ്മുടെ ഫോക്കസ് ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഓരോ ദോഹയുടെയും ഭാവാർത്ഥം എന്തൊക്കെയാണ്, അർത്ഥം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ട്. അതും നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ 18ാമത്തെ എന്താണ്, അനുച്ഛേദമാണ് അല്ലേ, പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്, ജീവൻ വൃത്ത്. അതിലെന്തൊക്കെയാണോ ഞാൻ പിന്നെയും പറയണം, ആ ജീവൻ വൃത്തിൽ എന്തൊക്കെയാണോ നമ്മുടെ കവിനെ കുറിച്ച് തന്ന, അല്ലെങ്കിൽ കവി ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ അവരെ കുറിച്ച് തന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വക ഒരു 2-3 പോയിൻറ്റ്സ് കൂട്ടിച്ചേർക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്യണം നിങ്ങൾ. അത് മാത്രം എഴുതിയാൽ പോരാ, എന്തെങ്കിലും അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ജയശങ്കർ പ്രസാദ്ജിനെ കുറിച്ചിട്ടാണ് എഴുതാൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ല ചിലപ്പോൾ മധുരദു എന്ന് തരില്ല. അപ്പോൾ നിങ്ങളുടെ വക കൂട്ടിച്ചേർക്കുക, മധുരദു ഉനിക്ക് പ്രസിദ്ധ കവിത ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തിൽ നമ്മുടെ 6 മാർക്കിൻ്റെയിൽ. അപ്പോൾ 6 മാർക്ക് 5 × 6 30 മാർക്ക് അല്ലേ. ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കറക്റ്റ് ആൻസർ ആണെങ്കിൽ. അതേപോലെ തന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ഘടനാപാത്ര എന്ന് പറ ആനന്ദിക്ക് ഫുൾ ചെടിയാം. എന്ത് എളുപ്പമാണല്ലേ, എത്ര വേഗം സ്കോർ ചെയ്യാൻ സാധിക്കും. 6 മാർക്കാണ്, ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ടില്ല, 2, 4, 6 അങ്ങനെ 6 മാർക്കാണ് അത് കിട്ടി. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇതൊക്കെ ആൻസർ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, കവിതാംശിക ആശയ ലിഖേ പത്തർ കി ബെഞ്ചിൽ അല്ലേ. പത്തർ കി ബെഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തിന് ആശയം എഴുതാൻ വേണ്ടിയിട്ട് ആശയം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അംഗ്രേസി സംവാദ് ക ഹിന്ദി മേ അനുവാദ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എളുപ്പമല്ല, എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. അറ്റൻഡ് ചെയ്യണമെന്ന് ആരോടും പറയുന്നില്ല, നിർബന്ധിക്കുന്നില്ല. കാരണം 5 മാർക്ക് 5 ആൻസർ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇവിടെ. ഓക്കെ, വെറും 10 ക്വസ്റ്റ്യനിൽ 5 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇത് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അറിയുന്നവർ, അതായത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാം. പിന്നെ 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആത്മകഥാംശേ അല്ലേ. ആത്മകഥാംശ ആരുടെയാണ്, നമ്മുടെ തോടീസി ക്ലർക്കിൻ്റെ ആത്മകഥാംശമാണ് അല്ലേ. അത് നിങ്ങൾക്ക് അറിയെങ്കിൽ എഴുതി വെക്കാം. ഏതാണ് ക്ലർക്കൊക്കെ ഏത് ചാപ്റ്ററിൽ വരുന്നതാണ്, ആനന്ദിക്ക് ഫുൾ ചെടിയാം എന്ന് പറഞ്ഞിട്ടല്ലേ. നിങ്ങൾക്കൊക്കെ ആ ചാപ്റ്റേഴ്സൊക്കെ ഒന്നും കൂടി മറിച്ച് നോക്കി പോകണട്ടെ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ആനന്ദിക്ക് ഫുൾ ചെടിയാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ ആ ചാപ്റ്റേഴ്സ് നോക്കി പോകണം എക്സാമിന് മുന്നോടിയായിട്ട്. പിന്നെ എന്താണ് 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അത് നമ്മുടെ ദുഃഖ് എന്ന് പറഞ്ഞിട്ടുള്ള കഹാനിയിൽ നിന്നാണ് അല്ലേ. നമ്മുടെ ഈ സാമാജിക് പരിപ്രേക്ഷ്യമേ ഈ ഒരു കഥൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിവേചന കർക്കെ ടിപ്പണി ലിഖി എന്നാണ്. ബച്ചേക്ക് മാ ഓർ ദിലീപ് തോനോക്കെ ഭൂക്ക് മൂസി നികൽത്തേ ഹെ ഭൂക്ക് നെഹി ഹെ അല്ലെ. വിശപ്പില്ല എന്ന് പറയുന്നുണ്ട്. ആ കഹാനി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, വേണമെങ്കിൽ ആൻസർ ചെയ്യാം. അതേപോലെ തന്നെ 24ാമത്തെ നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയാണ്. കഹ്നാ നഹി മാത്ത എന്ന് പറയുന്ന കവിതയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴത്തെ സാമാജിക പരിപ്രേക്ഷ്യമേ ആശിഷ്കൃത നാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിലൊരു ലേഖ തയ്യാറാക്കുന്ന വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് നമ്മുടെ ഫോക്കസ് ഏരിയ ഫുള്ള് കവർ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ 4 മാർക്കിന് നമ്മൾ 6 മാർക്കിൻ്റെയിൽ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആനന്ദിക്ക് ഫുൾ ചെടിയ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ അല്ലേ, അതിൽ നിന്ന് വരും. അതേപോലെ തന്നെ നമ്മുടെ ക്ലർക്കിൻ്റെ ആത്മകഥാംശം ചോദിച്ചു അല്ലേ. അതേപോലെ തന്നെ പത്തർക്കി ബെഞ്ച് എന്നുള്ള ആശയം എഴുതാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും കവർ ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാതും നന്നായിട്ട് നിങ്ങൾ നോക്കി പോവുക നമ്മുടെ എക്സാമിന് മുന്നേ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ 25ാമത്തെ മുതൽ 34ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ളതിൽ 8 മാർക്കിനാണ് ഓരോന്നും. 5 മാത്രം ആൻസർ ചെയ്താൽ മതി. ആ 10 5 മാത്രം ആൻസർ ചെയ്യാം. ഓരോന്നിനും എത്ര മാർക്കാണ്, 8 മാർക്കാണ്. അപ്പോൾ 5 × 8 40 അല്ലേ. 40 മാർക്കിനാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആ ഒരു സെക്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ 8 മാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പോയിൻറ്റ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആവണം. അതായത് ഒരുപാട് പേര് ചോദിച്ചു എത്ര പേജൊക്കെ എഴുതണം. പേജ് എന്ന് പറഞ്ഞൊരു കണക്കില്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 പേജൊക്കെ നിങ്ങൾക്ക് എഴുതാൻ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 പേജൊക്കെ എന്തായാലും എന്ത് എഴുതണം, നമ്മുടെ 8 മാർക്കിൻ്റെ തന്നെ എഴുതണം അല്ലേ. അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടേ. 8 മാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്, ഖണ്ഡ് കാ സംക്ഷേപൺ കരേ ഒരു ശീർഷകിലേക്ക്. ആരുടെയാണ്, നമ്മുടെ ഏത് ചാപ്റ്ററത്തെയാണ്, ആനന്ദിക്ക് ഫുൾ ചെടിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററത്തെ സംക്ഷേപണാണ്. പിന്നെയും പറയണ സംക്ഷേപണം എന്ന് പറഞ്ഞാൽ
മൂന്നിലൊന്നായി സംഗ്രഹിക്കലാണ്. എന്താണോ കാര്യങ്ങൾ തന്നത് അതിനെ സംഗ്രഹിച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി, എന്താണോ അതിൽ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതി. ഇപ്പോഴും ചിലവർക്ക് ഡൗട്ടുണ്ട്, എസ്സേ പോലെ എഴുതി വെക്കണോ, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അല്ലേ, 2-3 വരി മതിയോന്ന്. പക്ഷേ സംക്ഷേപണമാണ് മക്കളെ, നിങ്ങൾ 3-4 സെൻറ്റൻസിൽ മാത്രം എഴുതാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ എസ്സേ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വയ്ക്കരുത് ഈ ഒരു ക്വസ്റ്റ്യന്. സംക്ഷേപൺ ഗണ്ഡിക്ക സംക്ഷേപൺ കരേ ശീർഷകം കൊടുക്കണം കേട്ടോ. സംക്ഷേപൻ്റെ അതേപോലെ തന്നെ നിങ്ങൾ അതിനൊരു തലക്കെട്ടും കൊടുക്കും, ടൈറ്റിൽ നിങ്ങൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പിന്നെയും പറയണം, നിങ്ങൾ 3-1 സംഗ്രഹിക്കലാണ്. ഒരു 3-4 ഒരു സെൻറ്റൻസിൽ മാത്രം എന്താണോ പാരഗ്രാഫിൽ പറയുന്നത് അത് കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കുക. എന്നാലേ 8 മാർക്ക് നിങ്ങൾ കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അധികം നമ്മൾ ആനന്ദിക്ക് ഫുൾ സ്റ്റഡിയാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിൽ നിന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാർത്താലാപാണ് അല്ലേ. ആര് തമ്മിലുള്ള വാർത്താലാപാണ്? യാത്രി ഒരു സഹേലിക്കെ ബീച്ച്. ഏത് യാത്രയാണ്? നമുക്കറിയാം, യാത്രി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ അനുതാപ് അല്ലേ, മറക്കരുത് കേട്ടോ. അനുതാപിൽ നമ്മുടെ അസ്ലമിൻ്റെ മൃത്യുവിന് ശേഷം തൻ്റെ യാത്രി തൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മുടെ യാത്രിയും ഭാര്യയുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത സമയത്ത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് തൻ്റെ ഈ കൂട്ടുകാരനോട് അല്ലെങ്കിൽ കൂട്ടുകാരിയോട് പറയാൻ ചാൻസ് ഉണ്ടാവുക. അത് നിങ്ങൾ എഴുതി വയ്ക്കുക. അതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര മാർക്കിനാണ്? 8 മാർക്കിനാണ്. മാർക്കിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. ഞാൻ പിന്നെയും പറയാണ്, ബെറ്റർ ആൻസർ ആയിരിക്കണം, കറക്റ്റ് ആൻസർ ആയിരിക്കണം എന്നും വന്നാൽ മാത്രമേ 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങളെന്ത് ചെയ്യും, ഒരിക്കലും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഒഴിവാക്കി വിടരുത്. എന്തെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ തോൽക്കുക എന്നുള്ളതല്ല കേട്ടോ. ഈ സബ്ജക്റ്റിൽ, ഹിന്ദി സബ്ജക്റ്റിൽ തോറ്റു എന്ന് ഒരിക്കലും പറയരുത്. കാരണം അത്രയും നന്നായിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും. കണ്ടില്ല നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. 10 എണ്ണത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് 5 എണ്ണം മാത്രം എഴുതിയാൽ മതി എന്നുള്ള ഓപ്ഷൻസൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഹിന്ദി എക്സാമിന് തോറ്റു എന്നൊരിക്കലും പറയിപ്പിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും അറിയുന്നത് കാര്യങ്ങൾ അതിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുക. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡയറിയാണ് അല്ലേ. ഡയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്, അതിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്. ഒന്നും അറിയാത്ത ആൾക്കാർക്ക് അതിൻ്റെ ആ ഫോർമാറ്റെങ്കിലും എഴുതി വെച്ചിട്ട് കുറച്ചെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിനുള്ളത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡയറി കേസി തയ്യാർ കരി എന്ന് പറഞ്ഞിട്ട്. നിങ്ങളതൊക്കെ ഒന്ന് പോയി കാണട്ടോ. നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ട്, കോമൺ ഫോർ ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഹിന്ദി ഗുരു ചാനലിൽ. അതിൽ നമ്മൾ ഡയറി കേസി ലിഖയും, വിജ്ഞാപൻ കേസി ലിഖയും, അതേപോലെ തന്നെ പത്ര കേസ് ലിഖയും, അതൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ ആ വീഡിയോക്ക് ഒന്ന് പോയി കാണുക. അപ്പോൾ ഇവിടെ ആരുടെ ഡയറിയാണ്? നമുക്കറിയാം അല്ലേ, ബി സ്റ്റോളർ മേടിച്ചു. ഈ ബി സ്റ്റോളറും ഫ്രാങ്ക്ലിനൊക്കെ ഏത് ചാപ്റ്ററത്തെയാണ്? ആനന്ദിക്ക് ഫുൾ സ്റ്റഡിയാം അല്ലേ. അപ്പോൾ അന്ന് പോയിട്ട് ആ വിദ്യാർത്ഥി ഒരു ഡയറി എഴുതുകയാണ്. എങ്ങനെയായിരിക്കും ആ ഡയറി എന്നുള്ളതാണ്. അതിന് ആൻസർ ചെയ്യാം. എളുപ്പമല്ലേ? എന്തായിരിക്കും നിങ്ങൾ സ്വയം ചിന്തിക്കുക, ആ വിദ്യാർത്ഥി ഞാനാണ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് നിങ്ങൾ എന്തായിരിക്കും അന്നത്തെ ഒരു ദിവസം ആ ഒരു ഡയറി എങ്ങനെയായിരിക്കും അത് നിങ്ങൾ എഴുതി വയ്ക്കുക. നമുക്ക് അതിൻ്റെ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ആനന്ദിക്ക് ഫുൾ സ്റ്റഡിയാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 5 ഘടനയാണല്ലേ, 5 ഘടനയാണ്. ആ ഘടന നന്നായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റത്തെ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, എന്താ സെൻറ്റൻസ്? വ കിസി അപരാധി കി ഭാന്തി സിർ ചുകായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കത്തി. നമ്മുടെ അനുതാപ് ചാപ്റ്ററത്തെയാണ് ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? പത്ര തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, ആ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ ഫോർ ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേലിസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോർമാറ്റ് വേണമെങ്കിൽ എഴുതി വെക്കാം. എന്നിട്ട് കുറച്ചെങ്കിലും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാൻ അത്രയും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാത്ത കുട്ടികൾ എന്തായാലും ഇതൊക്കെ അത്രയും നമ്മൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻസാണ്, ഇതൊക്കെ എഴുതി വെക്കുക. എളുപ്പത്തിൽ എഴുതി വെച്ചൂടെ? നേരത്തെ പറഞ്ഞ പോലെ വാർത്താലാപത്തെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെ യാത്രയും തൻ്റെ സുഹൃത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതേപോലെ തന്നെ പത്രം തയ്യാറാക്കുന്നതന്നേ ഉള്ളൂ. പിന്നെയോ 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
നമ്മുടെ പോസ്റ്റർ തയ്യാറാക്കാനാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ വിജ്ഞാപനമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. ഫസ്റ്റത്തെ ഹിന്ദി ക്ലബിൻ്റെ അതിനോടനുബന്ധിച്ചിട്ടുള്ള പോസ്റ്റർ ആണെങ്കിൽ, നമ്മുടെ വിജ്ഞാപനമാണെങ്കിലോ പ്രകൃതി സംരക്ഷണം ചെയ്യല്ലേ, പ്രകൃതിയുമായി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു നഴ്സറി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമാണ്. പോസ്റ്ററാണ്, വിജ്ഞാപനമാണ്. ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോഴും പറയണ മക്കളെ. പോസ്റ്ററും വിജ്ഞാപനമാണ് നിങ്ങൾക്ക് ജയിക്കാൻ അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും അടിപൊളി ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ പണ്ട് മുതലേ പഠിച്ചു വരുന്നതാണ് ഈ പോസ്റ്ററും വിജ്ഞാപനം. ഈ +1 നിങ്ങൾക്കത് ചോദിക്കുന്നുണ്ടെന്നാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. പോസ്റ്ററും വിജ്ഞാപനം ആ വീഡിയോയും ഈ പത്രൻ്റെയും ഡയറീനും പറഞ്ഞ പോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് കോമൺ ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ കോമൺ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം പോയി കാണുക, പോസ്റ്ററിന് വിജ്ഞാപനം കേട്ടോ. എന്നിട്ട് അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും ചോദിക്കട്ടോ. ഇനി പബ്ലിക് എക്സാമിന് പോസ്റ്ററും വിജ്ഞാപനം മസ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. എന്തൊക്കെ വേണം? താരീഖുകൾ, പോസ്റ്ററിലൊക്കെ താരീഖും നമ്മുടെ ഉദ്ഘാടകനെ കുറിച്ചൊക്കെ പറയണല്ലേ, അതൊക്കെ നിർബന്ധമാണ്. അതേപോലെ തന്നെ വിജ്ഞാപനം അതേപോലെ തന്നെ അല്ലേ. ആ കണ്ടൻറ്റ് എല്ലാറ്റിനും ഒരു ചിത്രമൊക്കെ കൊടുക്കാനല്ലേ, ഒന്നും കൂടി ആ ഇമേജൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കുറച്ച് എന്താ പറയുക എല്ലാം ഒരു അട്രാക്റ്റീവായ രീതിയിലായിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക, പോയി കാണുക എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട്. പിന്നെ അടുത്തത് എന്താണ്? 31ാമത്തെ ക്വസ്റ്റ്യന് ഒരു നിബന്ധ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിബന്ധ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം നിബന്ധ ഏതൊക്കെ സബ്ജക്റ്റ് വരും എന്ന് എനിക്കറിയില്ല, ഏതൊക്കെ ടോപ്പിക്കാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ടോപ്പിക്ക് പോലെ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഏതാണോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിബന്ധ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വയ്ക്കുക. അപ്പോൾ നിബന്ധനയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. കാരണം നിങ്ങൾക്കറിയാം 10 മാർക്കിനാണ്, 5 മാർക്കിന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. നിബന്ധന നിങ്ങൾക്ക് വേണ്ട, ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിക്കോളൂ. കുറച്ചധികം നിങ്ങൾ എഴുതി വയ്ക്കണം. നല്ല ലാംഗ്വേജ് ഉള്ള ആളുകളാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഈ നിബന്ധനയിലൊക്കെ. കുറച്ച് ഈ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ. ഓക്കെ. പിന്നെയോ 32ാമത്തൊക്കെ സുഖമായിട്ട് സഹി മിലാൻ കരീം നമുക്കറിയാം അല്ലേ. പാരിഭാഷിക് ശബ്ദാവലി നമ്മുടെ 94ാമത്തെ പേജിൽ സമയ്ക്ക് സത് ഹംഭി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 31 കുറച്ച് അധികം വേർഡ്സും അതേപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഹിന്ദി വേർഡ്സ് അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ 31 പഠിച്ച് വെച്ച് തന്നെ പോവുക. അത് പഠിക്കുക തന്നെ വേണം കേട്ടോ മക്കളെ. ഞാൻ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്ത സമയത്ത് 31 നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ആ 31 ഇത് നന്നായിട്ട് പഠിച്ചു പോവുക. അതിലേതെങ്കിലും 8 ആയിരിക്കും ചോദിക്കുക. 8 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി വിടരുത്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്ക് സൂചന അധികാർ പത്ര തയ്യാർ കരേ എന്നാണ്. ഒരു സൂചന അധികാർ പത്ര തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അല്ല എന്താണ് സൂചന അധികാർ പത്രം എന്ന് പറഞ്ഞാൽ? വിവരാവകാശ നിയമത്തിൽ നിങ്ങൾക്ക് അറിയാലോ വിവരാവകാശ നിയമം. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുകയാണ് അല്ലേ. നമുക്ക് ഒരു വിവരം കിട്ടണം, അതിനുള്ള ഇൻഫർമേഷൻ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടണം, നമുക്ക് അറിയണം എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ നമ്മളത് ചോദിക്കുകയാണ് അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ സൂചനാധികാർ പത്രത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്തും അതുമാത്രമല്ല നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് ഏരിയ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയൻ്റെ കാര്യങ്ങളും അതിൽ ഞാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഈ സൂചനാധികാർ പത്രത്തിനും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാത്ത കേട്ടോ മക്കളെ. ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ പോയി ഒന്ന് കാണുക കേട്ടോ, ചെക്ക് ചെയ്യുക. ഇത് 8 മാർക്കിനാണ്. നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ സുഖമായിട്ട് എഴുതി വയ്ക്കാം. ഇത് ഈ സൂചനാധികാർ പത്രം നമ്മുടെ മെയിൻ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെയോ 34ാമത്തെ ഫിലിം കി സമീക്ഷയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫിലിമിൻ്റെ സമീക്ഷ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബ്ലാക്ക് ഫിലിമിൻ്റെ സമീക്ഷ നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും മനപസന്ത് ഫിലിം കി സമീക്ഷ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഒരു ഫിലിമിൻ്റെ സമീക്ഷ അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ പോയി അതും നോക്കുക. നിങ്ങൾ അത് ആൻസർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ട ഫിലിമിൻ്റെ സമീക്ഷ. അതിൽ കഥാസാറും നിതേഷ് കെ ക്ഷമതിയും ഡയറക്ടറെ കുറിച്ചിട്ട് ഏതൊക്കെ ആക്ടേഴ്സാണ് അതിലുള്ളത്, അവരുടെ അഭിനയം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയണം. ഓക്കെ, ഇങ്ങനെയുള്ള ഈ 34 ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ മുന്നിൽ മോഡൽ എക്സാമിന് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ മോഡൽ എക്സാമിന് ഈ 34 ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ഇതേപോലത്തൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്തിനു വരിക, നിങ്ങളുടെ മെയിൻ എക്സാമിനും വരിക. ഓക്കെ, ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സ് അനുതാപത പറഞ്ഞില്ലേ, മധുരദൂന്ന് ക്വസ്റ്റ്യൻ വന്നില്ലേ അല്ലേ, മധുരദൂന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നു, നമ്മുടെ ഷോർട്ട് എസ്സേ പോലെ അല്ലേ, 8 മാർക്കിന് വന്നു, അതേപോലെ തന്നെ 6 മാർക്കിന് വന്നു, എല്ലാം വന്നു. മധുരദൂന്ന് വന്നു അല്ലേ, അസുന്ദരിപ്പിടി തയ്യാറാക്കാൻ വേണ്ടി വന്നില്ലേ, അതേപോലെ തന്നെ ദോഹയെന്ന് വന്നില്ലേ, അതിൻ്റെ ഭാവാർത്ഥം എഴുതാൻ വേണ്ടി വന്നു. പിന്നെയോ അതേപോലെ തന്നെ നമ്മുടെ ആനന്ദിക്ക് ഫുൾ സ്റ്റഡിയാമെന്ന് വന്നു, ആനന്ദിക്ക് ഫുൾ സ്റ്റഡിയാമെന്ന് അധികം ക്വസ്റ്റ്യൻസ് വന്നു അല്ലേ, ആത്മകഥാംശി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വന്നു. അതുപോലെ പത്രക്ക് ബെഞ്ചിന്ന് ആശയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വന്നു അല്ലേ. അതേപോലെ ഈ ചാപ്റ്റേഴ്സിൽ നിന്നെല്ലാം കവർ ചെയ്ത് എന്ത് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, ഈ 6 ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിച്ച് തന്നെ പോവുക. നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ളൊരു ആൻസർ അവിടെ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതി വയ്ക്കുക. അപ്പോൾ മക്കളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ക്ലാസ്. പക്ഷേ അവസാനമായിട്ട് നിങ്ങളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇത് നിങ്ങൾ നോക്കി പോവുക. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് മാത്രം നോക്കി പോവുകയാണെങ്കിൽ ഒന്നും അറിയാത്ത കുട്ടികൾക്ക് പോലും, അതായത് എനിക്ക് +1 ഹിന്ദി ഭയങ്കര ടൈറ്റാണ് മിസ്സേ, എനിക്ക് ഭയങ്കര ടഫാണ്, എനിക്ക് എഴുതാൻ സാധിക്കുന്നില്ല, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹിന്ദി എക്സാമും ജയിക്കാം. ഈ കാര്യങ്ങൾ നോക്കി പോകണട്ടോ മക്കളെ. ഒന്നാമത്തെ ഞാൻ എപ്പോഴും ചാപ്റ്റർ എടുക്കുമ്പോൾ സമയത്ത് പറയാറുണ്ട്, പാഠിൻ്റെ ഏതാണോ ആ പാഠിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ നമ്മൾ മധുരദൂവിൻ്റെ കാര്യം പറഞ്ഞാൽ മധുരദൂ നിങ്ങൾക്കറിയാം അല്ലേ, അതിൻ്റെ ലേഖക ഒരു കവി, ഇനിയിപ്പോൾ ഒരു മധുരദൂ എന്നുള്ളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, അതിൻ്റെ കവിയുടെ പേരെന്താണ് നിങ്ങൾ നോക്കി വയ്ക്കുക. ജയശങ്കർ പ്രസാദ് ആണെന്ന് നിങ്ങൾക്കറിയാം. അത് ക്വസ്റ്റ്യൻ വരും. 1 വേർഡ് നേരത്തെ ചോദിച്ചു അല്ലേ, മധുരദൂ കിസ് കവിതാക്കി അല്ലെങ്കിൽ കിസ് വിതാക്കി രചന ഹേ. അതേപോലെ തന്നെ വിത കഹാനിയാണോ, കവിതയാണോ, നിബന്ധമാണോ, നമുക്കറിയാം അത് കവിതയാണ് മധുരദൂ എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ആദ്യം നോക്കി വയ്ക്കണം. നിങ്ങളുടെ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഏതാണ് ചാപ്റ്റർ, പാഠിൻ്റെ പേരെന്താണ്, അതേപോലെ തന്നെ പാഠ് ലേഖകർ ആരാണ് അല്ലെങ്കിൽ കവി ആരാണ്, അതേപോലെ തന്നെ ഏത് വിധയാണെന്നുള്ളതും നിങ്ങൾ നോക്കി വയ്ക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടുല്ലേ 4 മാർക്കിനെയാണ്. നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്തൂടെ ഇതൊക്കെ അറിയാമെങ്കിൽ അത് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്ററിൻ്റെയും അഡ്വർടൈസ്മെൻറ്റിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 2 8 മാർക്ക് പോസ്റ്ററിനും 8 മാർക്ക് വിജ്ഞാപനം, 16 മാർക്ക് അവിടെ കിട്ടിയില്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി പോവുക. പോസ്റ്ററിൻ്റെ അതിൻ്റെ പാറ്റേണൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കും. അപ്പോൾ നിങ്ങളെ മക്കളെ ഞാൻ പറയുകയാണ്, പോസ്റ്ററിന് വിജ്ഞാപനം ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണുക. നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ, ഹിന്ദി ഗുരു എന്നുള്ള ഈ ചാനലിൽ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ സൂചനാധികാർ പത്രമാണ് അല്ലേ, നമ്മളെങ്ങനെയാണ് പത്രം തയ്യാറാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്തും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. 8 മാർക്കിനാണ്. അതും നിങ്ങൾ നോക്കി പോവുക. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടിട്ട് പിന്നെയും എടുത്ത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇതിന് ചിലർ കമൻറ്റ് ചെയ്ത് ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ എടുത്തിങ്ങനെ പറയുന്നത്. ആൻസർ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. കാരണം ആൻസറും ആൻസേഴ്സ് ഒക്കെ അതിന് മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തു പോയത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെയും ഇത് പറയാത്തത്. പിന്നെയുള്ള നമ്മുടെ പാരിഭാഷിക് ശബ്ദാവലി 31 നിങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു 8 ആയിരിക്കും ചോദിക്കുക. അത് നിങ്ങൾ 8 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, 8 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ ഹിന്ദി എക്സാം ആരും എന്തായി പറയില്ല, ടഫാണെന്ന് പറയില്ല. ഈ കാര്യങ്ങളൊക്കെ നോക്കി പോവുക. പിന്നെ എത്രയായാലും ഈ ഫോക്കസ് ഏരിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി നമ്മുടെ ചാനൽ തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്ത സമയത്ത് ആ ചാപ്റ്റർ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടല്ലേ. ആ വീഡിയോ ഒക്കെ കണ്ടവരാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും.
അല്ലെ, പത്രമായാലും ഡയറി ആയാലും ഇനി ആത്മകഥാംശനക്കാരിയായാലും എന്തായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവയൊക്കെയാണ് ഇനി നിങ്ങൾ എക്സാമിന്, നമ്മുടെ 13-ാം തീയതി എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട് നോക്കിപ്പോവേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഫോക്കസ് ഏരിയയും അതേപോലെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നോക്കി പോയിക്കോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫോക്കസ് ഏരിയ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 80-80 മാർക്ക് വാങ്ങാം. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ നീട്ടി വലിപ്പിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ എല്ലാ എൻ്റെ മക്കൾക്കും ഞാൻ നല്ലൊരു പരീക്ഷ തന്നെ ആശംസിക്കുന്നു. ഓക്കെ, നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക, 80-80 മാർക്ക് വാങ്ങുക. ഹിന്ദി ഗുരു നിങ്ങളുടെ കൂടെയുണ്ട്, എൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ +1 ഹിന്ദിയിലെ ലാസ്റ്റ് ക്ലാസ്സാണ്. ഇതോട് കൂടിയിട്ട് നമ്മൾ +1 ഹിന്ദിയിലെ ക്ലാസ്സൊക്കെ അവസാനിച്ചിട്ട്, കാരണം എക്സാം ആണല്ലോ. ഇനിയിപ്പോൾ വീഡിയോ ഇല്ല, ഫൈനൽ ടച്ചപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദി ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പറയാണ്, എല്ലാവർക്കും എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.